തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി 6-ാം അധ്യായം 26-ാം വാക്യം. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവയല്ലോ. പറവകൾ കൗതുകമുണർത്തുന്നവയാണ്. ആകാശത്ത് പാറിപ്പറന്ന് ജീവിക്കുന്നു. ഏറെ നാളാകും മുമ്പേ ചത്തൊടുങ്ങുന്നു. പൂക്കൾ സുന്ദരങ്ങളാണ്, സുഗന്ധം പരത്തുന്നവയാണ്, പക്ഷേ ക്ഷണഭങ്കുരങ്ങളാണ്. സ്ഥായിയായതെന്ത്, ക്ഷണികമായതെന്ത്, വിലപിടിപ്പുള്ളതെന്ത്, വിലയില്ലാത്തതെന്ത്, ഇതെല്ലാം ഗിരിപ്രഭാഷണത്തിലൂടെ യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങളാണ്. തൻ്റെ ചുറ്റും പറക്കുന്ന പറവകളും കാൽച്ചുവട്ടിലെ പൂക്കളും ചിരപരിചിതങ്ങളായ ഉദാഹരണങ്ങളിലൂടെ അഗാധ രഹസ്യങ്ങളിലേക്ക് ആനയിക്കുന്നു. ജീവിതത്തെ എങ്ങനെ സമൃദ്ധമാക്കാം, ജീവിതത്തെ എങ്ങനെ സമ്പുഷ്ടമാക്കാം, ജീവിതത്തെ എങ്ങനെ സംതൃപ്തമാക്കാം, കഥയും കനവുമുള്ളതാക്കാം. കാതലായ ജീവിത സൂക്തങ്ങൾ ലളിതമായ ക്രിസ്തു തമ്പുരാൻ ശ്രോതാക്കൾക്ക് പകർന്നു കൊടുക്കുന്നു. ഹാവ് നോ ആൻസൈറ്റി, ആകുല ചിന്ത അകറ്റണം. ചിന്തയും ആകുല ചിന്തയും രണ്ടാണ്. ചിന്തിക്കണം, നന്നായി ആലോചിക്കണം, ഭാവി വിഭാവനം ചെയ്യണം. യെരുശലേം യാത്രയ്ക്കുള്ള വാഹനം എന്താവണമെന്നും എവിടെ പെസഹ കഴിക്കണമെന്നും മുന്നമേ ക്രമീകരിച്ച ക്രിസ്തു ആലോചനാരഹിതരാവരുത് എന്നല്ല, ആകുല ചിന്തതയില്ലാത്തവരാകണമെന്നാണ് പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ആരോഗ്യം, തൊഴിൽ, കുട്ടികളുടെ പഠനം, ഭാവി ജീവിതം എല്ലാം നമ്മെ അസ്വസ്ഥരാക്കും, ആകുല ചിത്തരാക്കും. പലതിലും കാര്യമായും നമുക്ക് ചെയ്യാനുണ്ടാകില്ല. എന്തു തിന്നും, എന്തുടുക്കും എന്നത് ജീവൻ നിലനിർത്തുന്നതിനും ശരീരം മറയ്ക്കുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഉണ്ണുന്നതിനെയും ഉടുക്കുന്നതിനേക്കാൾ വലുത് ജീവനും ശരീരവുമല്ലേ? ബാഹ്യമായതിനേക്കാൾ ആന്തരികമായത് പ്രധാനപ്പെട്ടതാണ്. ഒരു ജാപ്പനീസ് സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യക്കാർ ഹാർഡ്വെയറിന് പ്രാധാന്യം കൊടുക്കുകയും സോഫ്റ്റ്വെയറിനെ വിസ്മരിക്കുകയും ചെയ്യുന്നവരാണ്. ശരിയല്ലേ? നിറം പൂശിയ വലിയ വീടുകൾ പണിത് പുറംമൂടി പിടിപ്പിക്കും. ഉള്ളിൽ അവശ്യ വസ്തുക്കൾ പലതും ഉണ്ടായെന്ന് വരില്ല. ആന്തരിക ദർശനം, ഉൾക്കാഴ്ചയാണ് ഏറ്റവും വിലയേറിയത്. നമ്മുടെ ആകുല ചിന്ത ഒഴിവാക്കണമെങ്കിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. സിംഗപ്പൂരുകാർ സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, ക്യാൻ, കഴിയും. ഒരാൾ വണ്ടി തിരിക്കുമ്പോൾ, മറ്റൊരാൾ ലഗേജ് ഉയർത്തുമ്പോൾ സമീപം നിൽക്കുന്നവർ പ്രോത്സാഹിപ്പിക്കും, നിങ്ങൾക്കത് കഴിയും. പ്രിയമുള്ളവരെ, ജീവിതയാത്രയിൽ നമുക്കും ഒരു ഗോഡ് കോൺഫിഡൻസ് അത്യാവശ്യമാണ്. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്നാണ് ദാവീദ് പാടുന്നത്. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയും നീ, എന്നും കാക്കുമെന്ന വിശ്വാസം. ആശ്രയം ആകുല ചിന്തയകറ്റും. മനുഷ്യൻ്റെ അപര്യാപ്തമായ ജീവിതത്തിൻ്റെ മതിയായ്മയെ പറ്റിയുള്ള ആഴമായ അവബോധം സുഗമ ജീവിതത്തിന് അനിവേഷണീയമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ അരക്ഷിതകളെ അകറ്റി അരാജകത്വങ്ങളെ നീക്കി സുരക്ഷിതരാകുവാൻ യേശു ക്രിസ്തുവിൽ പറവകളെ നോക്കി മൂല്യങ്ങൾ പഠിക്കുവാൻ നമുക്ക് സാധിക്കണം. താൽക്കാലിക കാഴ്ചപ്പാടുകാരാകരുത്. സ്ഥിരമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.